അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്ത് ബന്ധം? ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം? ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ ഇടവഴിയെ വരണം അവരുടെ നിർബന്ധം. ഭ്രാന്തായാൽ എന്ത് സുഖം? സഖറാത്തുൽ മൗത്ത് എന്തു രസം? ഭ്രാന്തായാൽ എന്ത് സുഖം? സഖറാത്തുൽ മൗത്ത് എന്തു രസം? പലരും നമ്മളെ പട്ടാപ്പകൾ, പലരും ഞാനേ പട്ടാപ്പകൾ, പലരും നമ്മളെ പട്ടാപ്പകൾ, തുടരും ഞാനേ പട്ടാപ്പകൾ. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു. ഞാൻ മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ആഹാ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. പക്ഷേ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ, 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 പലരും നമ്മളെ മക്കാരാക്കാൻ പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാരാക്കാൻ പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാരാക്കണ പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാരാക്കണ പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കി തുടരും ഞാനീ പോക്ക്. പവിഴ പൊട്ടുകളെന്നു നിരിച്ചത് പാവിൻ പൊട്ടുകളാണ്. പവിഴ പൊട്ടുകളെന്നു നിരിച്ചത് പാവിൻ പൊട്ടുകളാണ്. പനിനീർ ചോലകളെന്നു നിരിച്ചത് കണ്ണീർ ചാലുകളാണ്. പനിനീർ ചോലകളെന്നു നിരിച്ചത് കണ്ണീർ ചാലുകളാണ്. പട്ടാപ്പകൽ, 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 പട്ടാപ്പകൽ. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു. ആഹാ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. പക്ഷേ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ, പട്ടാപ്പകൽ, മനുഷ്യർ പലകോലം പലതരം പലവിധം. പട്ടാപ്പകൽ, പലരും പട്ടാപ്പകൽ, 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 പട്ടാപ്പകൽ. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു. ആഹാ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല. പക്ഷേ മനുഷ്യനെ കണ്ടില്ല. ഞാൻ മനുഷ്യനെ കണ്ടില്ല.
പട്ടണ വീതിയിലൂടെ മോട്ടോ കാറുകൾ പായും നേരം ആ പട്ടണ വീതിയിലൂടെ മോട്ടോ കാറുകൾ പായും നേരോ പെട്ടിപ്പാട്ടും പാടി നിറക്കണ പട്ടിണി തൻ കോലങ്ങൾ പെട്ടിപ്പാട്ടും പാടി നിറക്കണ പട്ടിണി തൻ കോലങ്ങൾ പവിഴപ്പുട്ടുകളെ നിറച്ചത് പാമ്പിൻ പുട്ടുകളാണ് ആ പവിഴപ്പുട്ടുകളെന്നു നിറച്ചത് പാമ്പിൻ പുട്ടുകളാണ് പനിനീർ ചോലകളെന്നു നിറച്ചത് കണ്ണീർ ചാലുകളാണ് പനിനീർ ചോലകളെന്നു നിറച്ചത് കണ്ണീർ ചാലുകളാണ് പട്ടാപ്പകൾ 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 പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ആഹാ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി السلام عليكم ورحمة الله تعالى وبركاته മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതം അത് എന്തിനാണ് അള്ളാഹു അങ്ങനെ പഠിച്ചത്? മനുഷ്യ ശരീരം ഒന്നുള്ളുവെങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണമുണ്ട്. ഇത് എന്തിനാണ് അള്ളാഹു ഇങ്ങനെ പഠിച്ചതെന്ന് നമ്മോട് ചോദിക്കുകയാണ് ഇച്ഛ അദ്ദേഹത്തിന്റെ ഈ വിരുദ്ധത്തിലൂടെ. ഏകൊന്നിൽ രണ്ടില്ല രണ്ടും നിലഞ്ചുണ്ട് പണ്ടാരി കണ്ടത് വീടാ കെട്ടിലഞ്ചുണ്ട് സേനേട്ട് കൈ പൂട്ടി മൈക്കാടി വെപ്പത് വീടാ ഏക്ക് പറഞ്ഞാൽ ഒന്ന്, ഓരോന്ന് ഓരോന്ന്. ആ ഒന്നിൽ രണ്ടില്ല, രണ്ടൊന്നിൽ ലഞ്ചുണ്ട്, അഥവാ രണ്ടിലൊരു ഒന്നിൽ അഞ്ചുണ്ട്. മനുഷ്യ ശരീരം അവയവങ്ങളെല്ലാം രണ്ടെണ്ണമുണ്ട്. ഞാൻ സഞ്ചരിക്കുന്ന കാലുകൾ, ഞാൻ ചലിപ്പിക്കുന്ന കൈകൾ, ഇതെല്ലാം ഒരേ തരത്തിലുള്ള അവയവങ്ങളാണെങ്കിലും ഇതെല്ലാം രണ്ടെണ്ണമുണ്ട്. മനുഷ്യ ശരീരം കണ്ടപ്പോൾ ചലിക്കും കാലത് രണ്ടാണ് കാൽവിരലുകളെ നോക്കിയപ്പോൾ വിരലുകളാലത് അഞ്ചാണ്. ഇതിന്റെ പിന്നിലുള്ള പണ്ടാരി അഥവാ മനുഷ്യവാഹനം ഇവിടെ മനുഷ്യനാകുന്നു. ഓരോ കപ്പലിനോടായി വമ്പിച്ചിരിക്കുകയാണ്. ആ കപ്പലിനെ നിയന്ത്രിക്കുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മോട് സൂഫി ചോദിക്കുകയാണ്. നോക്കുന്ന കൊമ്പെന്നും ഏരാരിലഞ്ചുണ്ട് നോക്കുന്ന കൊമ്പെന്നും ഏരാരിലഞ്ചുണ്ട് കായ്ക്കുന്ന കാതള വീടാ നോക്കിത്തിരിക്കുന്ന കഞ്ചുണ്ട് തഞ്ചുണ്ട് അടിച്ചിട്ട് വെപ്പത് വീടാ. ഇൽമ് ദീപമായി മനസ്സിന്റെ ഉള്ളിൽ തെളിയുമ്പോൾ അന്ധകാരമില്ലാതെയാകും. ഇഷ്ക് പൂവായി ഹൃദയത്തിൽ വിരിയുമ്പോൾ ജ്ഞാനമില്ലാത്ത പ്രേമം അന്ധമാണ്. പ്രേമമില്ലാത്ത ജ്ഞാനം വെറും ശൂന്യമാണ്. ഒന്നിലൊന്നായി ശ്വാസം ലഭിക്കുമ്പോൾ ജീവിതം ധന്യമാകുന്നു. അലിമിൻ കണ്ണിലുള്ളത് ഫിക്റിനുകുമതാണ് അഷിക്കിൻ കൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്.
അലിമിൻ കണ്ണിലുള്ളത് ഫിഖ് നോക്കുവതാണ് അഷ്കിൻ കൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ് ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്നു ചേർന്നാൽ ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്നു ചേർന്നാൽ ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര് ഭ്രാന്തനെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത് കള്ളിനാലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനുള്ള ആശ്വാസമാണ്. കഷ്ടപ്പാടുകളോ പരീക്ഷണങ്ങളോ നിറഞ്ഞ ജീവിതത്തിൽ അവിടുള്ള സുന്നത്തൊരു ശീതല നിഴലായി മാറുന്നു. ഉമ്മത്തിൻ സാന്ത്വനോ ജന്നത്തിൻ പൂവനോ ത്വാഹ റസൂലുള്ളാഹ് ഉന്നതി മർത്തബ സന്നിധി അർശിലായി താരക പൂമുല്ല അന്ന് ബദർ നഗരി ജയിച്ചുള്ള അൽ അമീനായ എന്റെ ഹബീബുല്ലാഹ് ഉമ്മത്തിൻ സാന്ത്വനോ ജന്നത്തിൻ പൂവനോ ത്വാഹ റസൂലുള്ളാഹ് ഉന്നതി മർത്തബ സന്നിധി അർശിലായി താരക പൂമുല്ല താരക പൂമുല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഇലാഹി സ്മരണയുടെ പാലാരിൽ നീന്തി തുടിക്കുന്ന സൂഫിയാക്കൾ എക്കാലത്തും സൂഫിയാക്കൾ അനോർത്തിച്ചു വരുന്ന കാര്യമാണല്ലോ വഴികേടത്തരത്തിൽ ആയി പോകുന്ന സമൂഹത്തെ സതുപദേശിച്ച് ചികിത്സ നടത്തുക എന്നുള്ളത്. അത്തരത്തിലുള്ള അബ്ദുൽ ഖാദിർ ഇച്ചമസ്താനി അവരുടെ ആത്മീയ ഉപദേശം നിറഞ്ഞ ഒരു വിരുദ്ധത്തിൽ നിന്ന് ഒരല്പം നമുക്ക് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. വലിയ തിന്മകൾ ചെയ്ത് പേർകളൊക്കെയും നിന്റെ ജീവിതം നാശത്തിലാക്കിയല്ലോ വമ്പടുക്കുവോർബലം നിന്റെ വമ്പത്തരവും ഗർവവുമെല്ലാം മൗതദോടടുക്കലാ മരണം വരെ മാത്രമായിരിക്കുമെന്ന് നീ ഓർക്കണേ. വമ്പിടിച്ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർബലം മൗതദോടടുക്കലാ വമ്പിടിച്ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർബലം മൗതദോടടുക്കലാ താൻസുനോബ് ചുട്ടിയ ഹിജാബിനാലും ഗാഫിലായി താൻസുനോബ് ചുട്ടിയ ഹിജാബിനാലും ഗാഫിലായി താണും താണും തൗബ കൊണ്ട് തമ്പുരാനെ തേടണേ താണും താണും തൗബ കൊണ്ട് തമ്പുരാനെ തേടണേ വമ്പിടിച്ചുമന്ന് വമ്പിടിച്ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർബലം മൗതദോടടുക്കലാ ചെയ്തു പോയ തിന്മകളുടെ കാഠിന്യത്താൽ നിന്റെ ഹൃദയം കരുത്തിരുണ്ട് നന്മയിലേക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ നീ ഗാഫിലായിരിക്കുകയാണ്, നീ അശ്രദ്ധവാനായിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ നീ നിന്റെ നാഥനിലേക്ക് താഴ്കീന് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് ഇച്ഛ നമ്മെ ഉപദേശിക്കുകയാണ്. പൊന്ന് വെള്ളിരത്നവും ഫലം പിടിത്തിടാത്തനാൽ പൊന്ന് വെള്ളിരത്നവും ഫലം പിടിത്തിടാത്തനാൽ അണ്ണ തണ്ട പിള്ളകൾ ഉദക്കമട്ട മൗത്തുനാൽ അണ്ണ തണ്ട പിള്ളകൾ ഉദക്കമറ്റ മൗത്തുനാൽ വമ്പിടിച്ചുമന്ന് വമ്പിടിച്ചുമന്ന് പേർകളൊക്കെയും ഹലാക്കിലായി വമ്പടുക്കുവോർബലം മൗതദോടടുക്കലാ
വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ടതുപോലെ യൗമല യൻഫഉ മാലു വലാ ബനൂൻ, അന്നേ ദിവസം എന്തു തന്നെ ദണ്ഡം ചെയ്താലും ഉപകരിക്കാത്ത അന്ത്യനാളിൽ അന്നേ തന്റെ പിള്ളകൾ അഥവാ നിന്റെ സഹോദരങ്ങൾ, നിന്റെ രക്ഷിതാക്കൾ, നിന്റെ സന്താനങ്ങൾ ആരും നിനക്ക് ഉദക്കം ചെയ്യുകയില്ല, ഉപകാരം ചെയ്യുകയില്ല. അതുകൊണ്ട് മോനെ, നീ നിന്റെ നാഥനിലേക്ക് താഴ്കീന് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് ഇച്ഛ നമ്മെ പറയുകയാണ്. അങ്ങനെ ഉപദേശം സിദ്ധിച്ചവർ തൗബ ചെയ്ത് സത്യസൽഭാന്താവിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവരെ കരം പിടിച്ച് മുന്നിൽ നയിക്കുന്നത് സർവ്വസംഭവ സമാരങ്ങൾക്ക് മുമ്പേ പിറവിയെടുത്ത സത്യസാന്ത്വന തീരമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളെ കുറിച്ച് ആത്മീയ അനുരാഗത്തിൽ ചാലിച്ച ഇച്ഛയുടെ മറ്റൊരു വിരുദ്ധം നമുക്ക് കേട്ടു നോക്കാം. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന് സിറ പെരുമാ. സുൽത്താനിയത്ത് പല രാജാംഗമുള്ള നില, സിറിന് സിറ പെരുമാ. സുബ്ഹാന വണ്ടേ മരണീക്ക് പടച്ചാത്തടി सरदार इमाम रहमान, सरदार इमाम അല്ലാഹു ആകുന്ന പരമരഹസ്യങ്ങളുടെ ഒരു രഹസ്യമാണ് ഹബീബായ തങ്ങൾ എന്ന് പറഞ്ഞാണ് അള്ളാഹുവിന്റെയും അവന്റെ സൃഷ്ടിയുടെയും ഇടയിൽ 70,000 മറകളുണ്ട്. ആ മറകളെല്ലാം കടന്ന് അഥവാ ഒരു അമ്പുകിലും എത്രമേൽ നിൽക്കുന്നുവോ അത്രമേൽ അള്ളാഹുവിന്റെ സാമീപ്യം ഏറ്റുവാങ്ങിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇച്ഛ തുടരും. കൽബണ്ടവമ്പലത് അതി ബാദ്ഷാക്ക് ദാനം വാരി കൊടുക്കും ഒരു മനുഷ്യന്റെ സാമ്രാജ്യം, അത് നന്നായാൽ എല്ലാം നന്നാകും, അത് മോശമായാൽ വിപരീത ഫലവും ചെയ്യുന്നു. ആ കൽബെന്ന സാമ്രാജ്യത്തിലെ എത്ര വലിയ രാജാക്കന്മാർക്കും അതിബാദിഷാക്കൾക്കും ദിനം നൽകുന്നത്, ദിനമെന്ന് പറയുന്നത് അറിവും നറിവും ആത്മീയതയുമാണ്. ആ ദിനം നൽകുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിനെ കുറിച്ച് ഇച്ഛ പറയുകയാണ്. കൽബണ്ടവമ്പലത് അതി ബാദ്ഷാക്ക് ദാനം വാരി കൊടുക്കും ദർബാർ. വാനം പറന്ന തടി ബഹറുൽ മുഈതദിലും, വാനം പറന്ന തടി ബഹറുൽ മുഈതദിലും ബഹദൂർ രാജ ഉലമാ, ബഹദൂർ രാജ ഉലമാ. ഏഴുവാനവും പറന്നുയർന്ന ഹബീബായ തങ്ങൾ ബഹ്റുൽ മുഹീത്ത്, ഈ പ്രപഞ്ചവും അർശും എല്ലാം ഉൾക്കൊള്ളുന്ന ആ നൂറാനിയത്തിന്റെ ബഹ്റും കടന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹദൂർ രാജ ഉലമ, അറിവാളന്മാർക്കും എല്ലാവർക്കും ചക്രവർത്തിയാണ്, രാജാവാണ് എന്നാണ് ഇച്ഛ പറഞ്ഞു വെക്കുന്നത്. ആ ഹബീബായ തങ്ങൾ അവിടുത്തെ കരം പുണർന്ന് സ്വർഗീയ ആരാമങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഇവിടെ അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തന്ദാന താനനാന തന്ദാന താനനാന, തന്ദാന താനനാന, തന്ദാന താനനാന, തന്ദാന താനനാന, തന്ദാന താനനാന. ഈമാനിന്റെ വാതിൽ കടന്ന എല്ലാ വിശ്വാസിയും കടക്കുന്നത് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന അനുരാഗ ലോകത്തേക്കാണ്. ഈ ശുദ്ധ തെളിവിനെ തേടി നീ ശരീഅത്ത് എന്ന കപ്പലിൽ ഇറങ്ങും. തസവൂഫിന്റെ അടിത്തട്ടിലേക്ക് നീ ആഴ്ന്നിറങ്ങും. ഇങ്ങനെ നീ ആഴ്ന്നിറങ്ങും തോറും അസ്രാറുകളുടെ രസം വന്ന് നിന്നെ പിരിഞ്ഞു മയങ്ങും. കണ്ണ് കാണാത്ത ആശിഖായി നീ ദുനിയാവ് മറന്നു. എല്ലാം മറന്ന നീ നിന്റെ അനുരാഗനാഥനായ അള്ളാഹുവിന്റെ ഒരു സൂഫി വര്യനായി നീ സഞ്ചരിക്കാനാവണം. ഇത്
ഹാജി അബ്ദുർ റസാഖ് മസ്താനിന്റെ വരികളിലൂടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒലിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒലിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ, ലഘു ലഘുവത്തെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിണ്ടാടിക്കാണ് ചോദിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒലിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ, ലഘു ലഘുവത്തെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിണ്ടാടിക്കാണ് ചോദിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒലിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ, കുഴിലുകളാവണ്ടേ സ്വന്തമെന്നറിഞ്ഞോ, കഴിവുകളിതിൻ്റെ കരുത്താവെന്നറിഞ്ഞോ. ആത്മീയ ലോകത്തേക്കുള്ള സഞ്ചാരത്തിനായി അല്ലാഹു തആല അവന്റെ അമ്പിയാക്കളുടെ വഴി 100 ഏടുകളും 4 കിതാബുകളും നൽകി. നീ അതിന്റെ വിജ്ഞാന പാല് കുടിച്ച് നിന്റെ വിശപ്പ് മാറ്റുക. വഴിയല്ലതാകെ ഒരു നോട്ടിനാള്, വഴിയല്ലതാകെ ഒരു നോട്ടിനാള്, വിശപ്പിനേക വിജ്ഞാന പാല്, ദായിമായി വിളങ്ങും നോലിവേ, ദായിമായി വിളങ്ങും നോലിവേ, ലഘു ലഘുവത്തെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിണ്ടടിക്കാണ് ചോദിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒലിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ, കലിമയിലാണ്ട് കൗതുകപ്പോണ്ട് കാഫ് ഹായ ഐസ്വാദിൽ കണ്ട്. അല്ലാഹുവിന്റെ കലിമത്തിന്റെ ഗമനത്തിൽ നിനക്ക് ഒരുപാട് കൗതുകങ്ങൾ നേടാനുണ്ട്, ഒരുപാട് കൗതുകങ്ങൾ കാണാനുണ്ട്. ഖുർആനിൽ മാത്രം അല്ലാഹു തആല പറഞ്ഞ വാക്കുകൾക്കപ്പുറം കാഫ് ഹായ ഐൻ സ്വാദ് എന്നതിനിക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആത്മീയക്കും ആത്മാവിനും ഖുർആൻ വഴിയെത്തി പിടിക്കാവുന്ന ഒരു അനുഭവ സൂചകമായിട്ടാണ് സൂഫി വരിയർ നമ്മോട് കൊണ്ടുവന്നിരിക്കുന്നത്. കലിമഴിപ്പെടുത്ത് അബ്ദുർ റസാഖ്, കലിമഴിപ്പെടുത്ത് അബ്ദുർ റസാഖ്, കരഞ്ഞുള്ള വാക്ക് കൈയേറ്റെടുത്ത് ഒലിവിന്നൊളിവായി വിളങ്ങും നോലിവേ, ഒളിവിന്നൊളിവായി വിളങ്ങും നോലിവേ, ലഘു ലഘുവത്തെങ്കിലും ശുദ്ധ തെളിവേ, ലോകമിണ്ടടിക്കാണ് ചോദിവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒലിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒലിവേ, ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന ഒടുവേ. വഹ്ദത്തുൽ വജൂദിന്റെ അനന്തവും വിശാലതവുമായ കാഴ്ചയിൽ സ്വയം നിർവചിക്കാനാവാത്ത ലോകത്ത് മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും പ്രമുഖ സൂഫി വര്യനുമായ ഗുണപടി മസ്താൻ അവர்கள் പറയുന്നു, സൂക്ഷ്മതയിലും സ്ഥൂലതയിലും അല്ലാഹുവിന്റെ ബൃഹത്തായ ലോകം എന്തൊരു അത്ഭുതം തന്നെയാണ്. സ്ഥൂലതയേക്കാൾ ബൃഹത്തായത് വലുതാണ്, വലുതാണ് ചെറുത്, എന്നാൽ ചെറുതാണ് വലുത്, ചെറുതാണ് സുന്ദരം. പ്രിമിറ്റി ഇസ് ബ്യൂട്ടി എന്ന് പറയുന്നത് പോലെ മുള്ളമുണ്ണയിലെ 33 പട്ടണമടയ്ക്ക് ബൈത്ത, അന്ത ഇറയവനിക്ക് തലയുമില്ലേ, അന്ത ഇറയവനിക്ക് തലയുമില്ലേ, മുള്ളമുണ്ണയിലെ 33 പട്ടണമടയ്ക്ക് ബൈത്ത, അന്ത ഇറയവനിക്ക് തലയുമില്ലേ, അന്ത ഇറയവനിക്ക് തലയുമില്ലേ. ശുക്രാൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ಇಲ್ಲಿಗೆ ಜನರಲ್ ವಿಭಾಗದ ಸೂಫಿ ಗಾನ ಮುಕ್ತಾಯಗೊಂಡಿದ್ದು ಈ ದಿವಸದ ಎಲ್ಲ ಸ್ಪರ್ಧೆಗಳು ಮುಕ್ತಾಯಗೊಂಡಿದ್ದು ಇದೀಗ ಯಾರಾಗಿರಬಹುದು ಈ ರಾತ್ರಿಯ ಕೋಟುದಾರಿ ಕಿರೀಟದಾರಿ ಕಪ್ತಾನ?